വെൻ്റ് ഔട്ട് ചെയ്യാനുള്ള അവസരം കൊടുക്കുക, കേട്ടോണ്ടിരിക്കുക. ഗൂഗിൾ സാർ കംഫർട്ടബിൾ ആയിരിക്കുங்களா, എഗൻസ്റ്റ് യുവർ പ്രോട്ടോകോൾ എന്നല്ല, ഇറ്റ്സ് നോട്ട് പാർട്ട് ഓഫ് മൈ പ്രോട്ടോകോൾ. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞ് പറയപ്പെടുന്ന ഒരു IAS കാരനാണ്. ഒരു സ്റ്റീരിയോ ടൈപ്ഡ് നോഷനും ഇല്ലാതെ, ഒരു ജഡ്ജ്മെൻറ്റും ഇല്ലാതെ അവർ ഹിയർ ദം ഔട്ട്. The most important aspect of literature is not any of this, but it is humanity. തുടങ്ങാം. നമ്മളിപ്പോൾ ഇവിടെ ലീഡ് കോഷ്യന്റിന്റെ കാര്യം പറഞ്ഞല്ലോ, സ്റ്റുഡൻറ് ഫോറം എന്ന് നിങ്ങൾ കേട്ടു. അപ്പോൾ ഫസ്റ്റ് ടൈം കേൾക്കുന്നവരെ സംബന്ധിച്ച് ഇപ്പോൾ ലീഡ് കോഷ്യന്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ലേണിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ടു ബി ഫൺ. നമ്മൾ ഭയങ്കര എക്സോസ്റ്റീവായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല ലേണിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് ലീഡ് കോഷ്യന്റ് എന്ന് പറയുന്ന ഒരു ഐഡിയ വരുന്നത്. wherein we devise learning pedagogies which will make it interesting. ജസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ക്യൂരിയോസിറ്റി ഡ്രിവൺ ആയിരിക്കണം നമ്മുടെ ലേണിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് ലീഡ് കോഷ്യന്റ് എന്ന് പറയുന്ന ഒരു ഐഡിയ വരുന്നത്. ആൻഡ് അവിടെ സ്റ്റുഡൻറ് ഫോറം എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ഇൻവോൾവ് ആയിട്ട്, സ്റ്റുഡൻസ് ഡ്രിവൺ ആയിട്ട് ഈ ലേണിംഗ് ആക്ടിവിറ്റീസ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പബ്ലിക് സ്പീക്കിംഗ് ഒരു സ്കില്ലിൽ നിന്ന് ഞാനിപ്പോൾ ഇതിനെ ഒന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. Gokul Chetta, how do you feel that your public speaking skills, or maybe some other skills that you developed over a very long time, has helped you in this civil service arena? In the exam arena itself, ഇതിനകത്ത് ഞാൻ എപ്പോഴും പലയിടത്തും ഇതിനു മുൻപ് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, I was a passionate and kind of a professional debater. അപ്പോൾ ഞാൻ ആദ്യത്തെ പ്രാവശ്യം മെയിൻസ് എഴുതുമ്പം ഞാൻ വളരെ സെറൻഡിപ്പിറ്റസ് ആയിട്ട് എക്സാം എഴുതിയ ഒരാളായിരുന്നു. അതായത് എൻ്റെ PG എക്സാമിൻ്റെ ഇടയ്ക്ക് ചെന്നിട്ട് പ്രിലിംസ് എഴുതുന്നു, എന്നിട്ട് ഞാൻ എൻ്റെ റിസൾട്ട് നോക്കുന്നില്ല. സിദ്ധാർത്ഥ് വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ റിസൾട്ട് അറിയുന്നത്. പ്രിലിംസ് ഇല്ല, സിദ്ധാർത്ഥ് വിളിച്ചു പറഞ്ഞു എന്ന് വെച്ചാൽ സിദ്ധാർത്ഥ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഓക്കെ ഗൂഗിളായിട്ട് ആ റിസൾട്ട് പ്ലീസ് എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് നോക്ക്. ഞാൻ പറഞ്ഞു കാര്യമില്ല, കിട്ടൂല. സിദ്ധാർത്ഥ് വീണ്ടും 2 മണിക്കൂർ സിദ്ധാർത്ഥ് വിളിച്ച് ശല്യം ചെയ്തു കേട്ടോ. കിലുക്കത്തിൽ മറ്റേ ഇന്നസെന്റിന് ലോട്ടറി, അച്ഛനാണെങ്കിൽ കണ്ണാടിയെ കുരി തുടയ്ക്കുന്നു, എന്തോ കണ്ടതെന്തോ തെറ്റിന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിവേ തിങ്ക് ഈസ് ദാറ്റ് അത് കഴിഞ്ഞിട്ട് എനിക്ക് വെറും 64 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ മെയിൻസ് എഴുതാനായിട്ട്. ഞാൻ എഴുതുന്നില്ല എന്ന് പറഞ്ഞു, കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കേട്ട നാട്ടുകാരൊക്കെ പറഞ്ഞു അതൊരുമാതിരി അഹങ്കാരമായി പോകുന്നു. അപ്പോൾ നാട്ടുകാരെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ പോയി എഴുതി. ഐ പ്രിപ്പയർഡ്. ആ 64 ദിവസത്തെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്തു. ഹൗ ടു പ്രസന്റ് ഇറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് somebody who evaluates it feels that okay, this guy knows something. So ആ സംഭവം വരുന്നത് is from a perspective where as a debater you are on the stage and you are actively listening to your opponent, and then you are crafting your arguments to rebut them. ആ ഒരു സംഭവം ഞാൻ എനിക്ക് കിട്ടിയ റാങ്ക് നല്ല താഴെയായിരുന്നു. വീണ്ടും എക്സാം എഴുതേണ്ടി വന്നു. പക്ഷേ എനിവേ വെറും 64 ദിവസത്തെ പ്രിപ്പറേഷൻ കൊണ്ട് ഞാൻ മെയിൻസ് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണം കണ്ടന്റിനെക്കാട്ടിലും കൂടുതൽ ഇറ്റ് ഈസ് എ ഫാക്ട് ദാറ്റ് ഐ ഹാഡ് എ പബ്ലിക് സ്പീക്കിംഗ് ഡിബേറ്റിംഗ് ബാക്ക്ഗ്രൗണ്ട്. പിന്നെ സർവീസിനകത്ത് കയറിയിട്ടും സ്റ്റോറി ഈസ് നോ ഡിഫറെൻറ്റ്. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ആസ് ഫീൽഡ് ഓഫീസേഴ്സ് നമ്മുടെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആൾക്കാരെ കൺവിൻസ് ചെയ്യുക, ആൾക്കാരുടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക. ഏത് സമയത്ത് ആൾക്കാർ വിളിച്ചു കഴിഞ്ഞാലും ഞാൻ ഇടയ്ക്ക് ഇന്നലെ ആരോ ചോദിച്ചപ്പോൾ പറയുമായിരുന്നു, കഴിഞ്ഞ ഞങ്ങളുടെ തമിഴ്നാട്ടിൽ ഡിസംബറിൽ ഹാഫ് ഇയർലി സ്കൂൾ ബ്രേക്ക് ഉണ്ട്. അപ്പോൾ ഗവൺമെൻറ് സ്കൂളെല്ലാം ക്ലോസ് ചെയ്യും. പ്രൈവറ്റ് സ്കൂളുകൾ 10th and 12th ക്ലാസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നടക്കും. അപ്പോൾ ഞാൻ ഒരു ദിവസം രാത്രി 3 മണിയായപ്പോഴത്തേക്കും മറ്റേ ഒഫീഷ്യൽ ഫോൺ അടിക്കുന്നു. ഫോൺ എടുത്തപ്പോൾ 10th ക്ലാസ് പഠിക്കുന്ന ഒരു കൊച്ചു പയ്യൻ. അപ്പോൾ അവൻ പറയുക, എനിക്ക് സ്കൂൾ അവധി കിട്ടുന്നില്ല സാർ, നിനക്കതിന് 3 മണിക്ക് തന്നെ വിളിക്കണോ? അത് സാർ അച്ഛൻ്റെ ഫോണിൽ നിന്നാണ് വിളിക്കണത്. അച്ഛനും അമ്മയും ഉറങ്ങിക്കഴിഞ്ഞിട്ട് വീട് തുറന്ന് ടെറസിൻ്റെ മുകളിൽ കയറുന്ന ഒളിച്ചിരുന്ന് വിളിക്കണം. സോ ഈ പയ്യൻ വിളിക്കുമ്പോഴും നമ്മൾ വളരെ ടാക്ട്ഫുള്ളായിട്ട് കാമായിട്ട് റെസ്പോണ്ട് ചെയ്യണം. കാരണം അവൻ കോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇവിടെ ഒരാളിന് പറ്റിയത് അറിയാമല്ലോ. എന്നിട്ട് ഞാൻ പിറ്റേന്ന് അവൻ്റെ സ്കൂളിൽ പോയി കേട്ടോ. പാവം, ഇത്രയും കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളത് അഡ്രസ്സ് ചെയ്യണമല്ലോ. എനിവേ, സോ ഇറ്റ് റിയലി ഹെൽപ്സ്. കാരണം ആൾക്കാരുടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളത്
അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് മോസ്റ്റ് ഓഫ് ദ ടൈം 70% of the problem is solved if you have that ability to connect with them and build a trust with them. നമ്മൾ ഈ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസിനെ പറ്റി പറയുമ്പോൾ എനിക്കത് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത് ലീഡ് ഐഎസിൻ്റെ ലേണിംഗ് പെഡഗോജീസ് ആയിട്ടാണ്. നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും. നമുക്ക് ഈ മൈക്രോ ലേണിംഗ് ഗ്രൂപ്പ്സ് ഉണ്ട് ഇവിടെ, പിയർ ടു പിയർ ലേണിംഗ് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് 4-5 കുട്ടികൾ മാത്രമായിട്ട് മൈക്രോ ലേണിംഗ് ഗ്രൂപ്പ്സ് ഉണ്ട്. പിന്നെ നമുക്ക് പ്രിലിംസ് പസിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു, ഒരു ഗെയിം പോലെ. എങ്ങനെ പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ട്രാക്ക് ചെയ്യാമെന്ന് നിങ്ങൾ ലീഡ് ഐഎസിൻ്റെ ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. പിന്നെ നമ്മൾ പ്രൈം ഗ്രൂപ്പ്സിലെല്ലാം GS ഡിബേറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഇൻറ്റേർണലി നമ്മൾ ഡിബേറ്റ് നടത്തുന്നു, ഒരു വിന്നറിനെ സെലക്ട് ചെയ്യുന്നു, വിന്നറിന് പ്രൈസ് കൊടുക്കുന്നു. അപ്പം ഒരു സിവിൽ സർവീസ് പ്രിപ്പറേഷനിലേക്ക് വന്നതിന് ശേഷം ചേട്ടൻ്റെ ഒരു ടൈപ്പ് ഓഫ് പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? ഡിഡ് യു റിയലി എൻജോയ് പ്രിപ്പയറിങ്, ഓർ നമ്മളിപ്പോൾ ലീഡ് ചെയ്യുന്ന പോലെ വി ആർ ട്രൈങ് ടു മേക്ക് ഇറ്റ് എൻജോയബിൾ ഫോർ ദ സ്റ്റുഡൻസ്, സോ ദ സ്റ്റുഡൻസ് ഡു നോട്ട് ഫീൽ ബേർഡൻഡ് ബൈ ദ ലൈക്ക് ഇത്രയും സ്ട്രെനേഴ്സ് ആയിട്ട് ഇത്രയും മണിക്കൂർ ഇരുന്ന് പഠിക്കുമ്പോൾ they should feel relieved that we are doing something interesting. So how do you see these things, what LEAD is doing right now, and can you actually connect to how you prepared? ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ഞാൻ 2 പ്രാവശ്യം ചെയ്യുമ്പോഴും ഒക്കെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് ചിന്തിക്കാനുള്ള സമയം എനിക്കില്ലായിരുന്നു. രണ്ടും വളരെ ഈ മറ്റേ മാരത്തോൺ അല്ല, സ്പ്രിൻറ്റ് കണക്കായിരുന്നു. സോ ആദ്യം ഒരു 2 മാസമാണ് കിട്ടിയത്. 2ാമത്തെ പ്രാവശ്യം ഞാൻ അതുപോലെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്നായിരുന്നു. കാരണം ആദ്യത്തെ പ്രാവശ്യം എഴുതിയിട്ട് വരുമ്പോൾ എൻ്റെ ഓവർ കോൺഫിഡൻസിൽ ഞാൻ പ്രതീക്ഷിച്ചു എനിക്ക് കിട്ടി, ഓൾറെഡി IAS കിട്ടി. ഓക്കെ, അതുകൊണ്ട് ഞാൻ പിന്നെ വിട്ടിരിക്കുമായിരുന്നു. ദെൻ ഐ സ്റ്റാർട്ട്. ബട്ട് ദെൻ ദ തിങ് ഈസ്, സി ദാറ്റ് ഈസ് വാട്ട്, ബിക്കോസ് സി ഇതൊരു വെൻ യു ആർ ടേക്കിംഗ് എ ബ്രേക്ക് ഓഫ് എൻ ഇയർ ഓർ മോർ ദാൻ ദാറ്റ് ആൻഡ് പ്രിപ്പയറിങ്, ഇറ്റ്സ് എ ബിഗ് സ്ട്രെയിൻ ഓൺ യു. അത് നമുക്കൊരു അതൊരു വലിയൊരു മാനസിക സമ്മർദ്ദമാണ്. So it's very important that we make the process more fun. And ഞാൻ എപ്പോഴും പറയുമായിരുന്നു, ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ആ പ്രിപ്പറേഷൻ ഫേസിൽ നിന്ന് വളരെ സേഫ് ആൻഡ് സൗണ്ടായിട്ട് പുറത്ത് വന്നതിൻ്റെ ഒറ്റ ഒരു കാരണം എന്ന് വെച്ചാൽ, ഞാൻ രാവിലെ തുടങ്ങി പ്രിപ്പയർ ചെയ്തിട്ട് രാത്രി 8-9 മണി ആകുമ്പോഴത്തേക്കും ഞാൻ മിക്കവാറും എൻ്റെ ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിച്ച്, ഇപ്പോൾ ഇന്നും എൻ്റെ കൂടെ 2 ഫ്രണ്ട്സും അരവിന്ദും വിജയും വന്നിട്ടുണ്ട്, ഇവരുടെ ആരെങ്കിലും വിളിച്ചിട്ട് മറ്റേ കോളേജിലെ കുറച്ച് ഗോസിപ്പോ എന്തെങ്കിലുമൊക്കെ പറയുമായിരുന്നു. ദാറ്റ് റിയലി ഹെൽപ്പ് ബിക്കോസ് ആൻഡ് ഞാൻ ആ സമയത്തും എൻ്റെ ഈ സാധനങ്ങളൊക്കെ സോഷ്യൽ മീഡിയ അക്കൗണ്ടൊക്കെ ആക്റ്റീവ് തന്നെയായിരുന്നു. ഞാൻ എനിക്ക് തന്നെ റിവാർഡ് വയ്ക്കുമായിരുന്നു. ഇത്രയും പ്രിപ്പയർ ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഗോ ആൻഡ് വാച്ച് 1 episode of whatever web series you are watching at that point in time. It is wonderful that an academy, a coaching institute is taking this kind of thing seriously. It is also a reflection of the fact that you guys are taking the mental health of the aspirants seriously, which most of the institutes are neglecting to do, which is a sad fact. അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. Are you actually happy with your career right now? Yes. സത്യസന്ധമായി പറയണം. സത്യസന്ധമായിട്ടാണ്. ഇറ്റ്സ് ഓൾസോ യു ആർ നോട്ട് ജസ്റ്റ് സബ് കളക്ടർ, യു ആർ ഓൾസോ സബ് ഡിവിഷണൽ മാജിസ്ട്രേറ്റ്. അപ്പോൾ ലോ ആൻഡ് ഓർഡർ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ കുറേ ഡീൽ ചെയ്യും. ഇപ്പോൾ എൻ്റെ ഡിസ്ട്രിക്റ്റ് ഒരു മൈനിങ് ഡിസ്ട്രിക്റ്റ് ആണ്. അവിടുത്തെ ചില ആൾക്കാരെന്ന് വെച്ചാൽ ഒരു സർട്ടൺ പീപ്പിൾ ആർ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ ഭീമന്മാരാണ്. റിയലി ഹ്യൂജ് പീപ്പിൾ. പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന പേരുകളാണ്. സോ ഈ പുള്ളിക്കാരുമായിട്ടൊക്കെ നമ്മൾ മാസത്തിൽ ഒരു തവണയെങ്കിലും മിനിമം, എത്ര വേണ്ടെന്ന് വെച്ചാലും പോയി ഉരസേണ്ടി വരും. റൈറ്റ്, അതൊന്ന്. ബട്ട് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ അവർ ശരിക്കും ത്രെട്ടനിങ് ആണോ? ഈ പുള്ളി ത്രെട്ടനിങ് അല്ല. ഈ പുള്ളി ചില ബോളിവുഡ് സിനിമയിലൊക്കെ കാണും മറ്റേ റേസർ ബ്ലേഡ് വില്ലനാണ്. വിളിച്ചിട്ട് ചോദിക്കും, ഗൂഗിൾ സാർ കംഫർട്ടബിൾ ആയിരിക്കുங்களா? ആ ചോദ്യത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് ഞാൻ പറയണ ചെയ്യില്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ ട്രാൻസ്ഫർ ആക്കുന്നതാണ്. അങ്ങനത്തെ കൈൻഡ് ഓഫ്. എനിവേ തിങ് സിനിമയിൽ കാണുമ്പോലല്ല, പക്ഷെ ഇതൊരു ഭീകരമാണെന്നാണോ? ഇന്നവേ അതിലും ഭീകരമാണ്. ഇന്നവേ ഇറ്റ്സ് മോർ ഇൻട്രസ്റ്റിംഗ്. ഇപ്പം ഞാൻ പറയാം, ഇത് മാത്രമല്ല, നമ്മൾ കുറേ ഇപ്പം ഈ കുഞ്ഞു പയ്യൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇതുപോലെ നമ്മൾ കുറേ ഇൻട്രസ്റ്റിംഗ് സാധനങ്ങൾ ഡീൽ ചെയ്യും. നമുക്ക് തമിഴ്നാട്ടിലെ ഒരു വർക്ക് കൾച്ചർ ഇച്ചിരി ഭീകരമാണ്. സാറ്റർഡേ ഒക്കെ നമ്മൾ യൂഷ്വലി പോയി വർക്ക് ചെയ്യും. സാറ്റർഡേ സൺഡേ അവിടെ ഹോളിഡേ ആണ്, പക്ഷേ സാറ്റർഡേ ഒക്കെ യൂഷ്വലി പോയി വർക്ക് ചെയ്യും. സോ
വല്ലപ്പോഴുമാണ് ഒരു അവധിയൊക്കെ കിട്ടുന്നത്. അത് ഞാൻ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി, അതിന് 10 മണിയായി, രാവിലെ 10 മണി വരെ ഒന്നും സംഭവിച്ചില്ല. അപ്പം ഞാൻ വിചാരിച്ചു 10-10:30 ആയല്ലോ, ഇനിയിപ്പോൾ പോയി കുറച്ച് മുടിയൊക്കെ വെട്ടി. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഫോൺ, ഈ പറഞ്ഞ കണക്ക് ഫോൺ അടിക്കുന്നു. ഞാൻ ഫോൺ എടുത്ത് ഹലോ എന്ന് വിളിച്ചപ്പം മറ്റേ സൈഡിലെ ആൾ എടുത്ത് ഒറ്റ സ്റ്റെപ്പിന്, താനൊക്കെ എന്തൊരു കിഴങ്ങൻ ഓഫീസറാണല്ലോ. ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ പ്രതികരിക്കുക? ഇങ്ങനെ വരുമ്പോൾ നമ്മൾ മറ്റേ കസ്റ്റമർ കെയർ റെപ്രസെൻറ്റേറ്റീവ്സിനെ പോലെ നമ്മളിങ്ങനെ, സാർ നിങ്ങൾ കൊഞ്ചം അമേദിയാണ്ട വിഷയത്തെ சொல்லுங்க സാർ. എപ്പോഴെങ്കിലും അതിന് വിപരീതമായി പ്രതികരിക്കണം തോന്നിയിട്ടുണ്ടോ? ഒരുപാട് സമയത്ത് തോന്നും, പക്ഷെ നമ്മൾ ചെയ്യൂല, കാരണം ഇവർ കോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ലല്ലോ. പിന്നെ ചില സമയത്ത് ഇത് അവർ തന്നെ നമ്മളെ അനോയ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന് തോന്നുമ്പോൾ നമ്മൾ ടോൺ മാറ്റും. ദേ ഓൾസോ റിയലൈസ് ഇറ്റ്. പീപ്പിൾ റിയലൈസ് അതുണ്ട്. എനിവേ, അപ്പം ഞാൻ ഇതുപോലെ എന്താ സംഭവം എന്ന് ചോദിച്ചു. സംഭവം എന്തായിരുന്നു എന്ന് വെച്ചാൽ, അവിടെ ഗാന്ധി ജയന്തി ആണല്ലോ, ഡ്രൈ ഡേ ആണ്. അപ്പാരൻ്റ്ലി അതെ, ഡ്രൈ ഡേ ആണ്. അപ്പാരൻ്റ്ലി അവിടെ ലൈസൻസ്ഡ് ആയിട്ടുള്ള ബാറുകളും വൈൻ ഷോപ്പുകളും തുറന്നു പ്രവർത്തിക്കുന്നു. ആൻഡ് ഓൾസോ നമ്മുടെ ബിവറേജസ് കോർപ്പറേഷന് ഇക്വലൻ്റ് ആയിട്ട് അവിടെ ടാസ്മാർക്ക് എന്ന് പറഞ്ഞിട്ട് ദേ ഹാവ് ദിസ് തിങ്. ടാസ്മാർക്ക് ഷോപ്പുകളുടെ അടുത്ത് ലൂസ് സെല്ലിംഗ് നടത്തുന്നു. ഇവർ തലേ ദിവസം സാധനം എടുത്ത് മാറ്റി വെച്ചിട്ട് ഇരട്ടി വിലയ്ക്കും അതിൻ്റെ ഇരട്ടി വിലയ്ക്കൊക്കെ വിൽക്കുന്നു. പ്ലസ് ഏതൊക്കെയോ സെൻറ്ററുകളിൽ നിന്ന് വാറ്റ് ചാരായവും പോകുന്നുണ്ട്. സോ ദിസ് ഗൈ ഈസ് സെയിങ്. അപ്പം ഞാൻ ചോദിച്ചു, ഇത് പോലീസിൻ്റെ വിഷയമാണല്ലോ, പോലീസിനോട് പറഞ്ഞില്ലേ? ദിസ് ഗൈ ഈസ് സെയിങ്, പോലീസിനോട് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. പോലീസിൻ്റെ താഴെ മുതൽ മുകളിൽ വരെയുള്ള എല്ലാ ആൾക്കാരും അവരുടെ ഷെയർ റിസീവ് ചെയ്തിട്ടുണ്ട്. ദേ വോണ്ട് ഡു എനിത്തിങ്. സാർ, നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം. നിങ്ങളെപ്പോലെ കുറേ ആൾക്കാരെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ആരടുത്ത് പറഞ്ഞാലും ഒന്നും ചെയ്യില്ല. പിന്നെ എൻ്റെ കടമ നിർവഹിക്കാൻ വേണ്ടി ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. നിങ്ങളൊന്നും ചെയ്യില്ല എന്നെനിക്കറിയാം. ഇത്രയും കേട്ടപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ഉള്ളിലുള്ള മറ്റേ സോഷ്യലിസ്റ്റ് സിംഹം സടകുടഞ്ഞെണീറ്റു. ഈ ഒരു പോയിന്റിൽ നമ്മൾ ആ ടോൺ മാറ്റും കേട്ടോ. ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ഓഫീസർമാരെ, യു ഗേവ് മീ ദിസ് ഇൻഫർമേഷൻ, നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അങ്ങനെ ജഡ്ജ് ചെയ്യുന്നത്? നിങ്ങൾ എനിക്ക് ഇൻഫർമേഷൻ തന്നു. ഇഫ് ആക്ഷൻ ഇസ് നോട്ട് ടേക്കൺ ദെൻ യു ജഡ്ജ് മീ. അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞു, എവിടേക്കാണ് നടക്കുന്നത്? യു ഗിവ് മീ ദിസ് തിങ്, ലൊക്കേഷൻ. അപ്പോഴത്തേക്കും പുള്ളി ലൊക്കേഷൻ ഇട്ടു. അപ്പോൾ എന്നിട്ട് ഞാൻ ഇറങ്ങി, ഞാൻ എൻ്റെ സ്റ്റാഫിൻ്റെ അടുത്ത്, എൻ്റെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു. അവരുടെ അവധി പോയി. ഞങ്ങൾ ഒഫീഷ്യൽ കാർ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഇവർ എന്താ, ദീസ് പീപ്പിൾ ആർ ലൈക്ക്, നമ്മൾ ഇൻ്റലിജൻ്റ് ആണെങ്കിൽ ഇവർ മറ്റേ സൂപ്പർ, നമ്മൾ AI ആണെങ്കിൽ അവർ AGI ആണ്, സൂപ്പർ ഇൻ്റലിജൻ്റ് ആണ്. ഇവർ ഇൻഫോർമേഴ്സിനൊക്കെ വഴി നിർത്തിക്കും. നമ്മുടെ വണ്ടി വരുമ്പോഴത്തേക്കും ദീസ് പീപ്പിൾ വിൽ ജസ്റ്റ് റൺ അവേ, സ്റ്റഫ് ലൈക്ക് ദാറ്റ്. അങ്ങനെ ഞാൻ എല്ലാ ലൊക്കേഷനിലും പോയി. അവിടെ സംഭവം നടക്കുന്നുണ്ടെന്ന് ക്ലിയർ ആണ്, ബട്ട് ഐ കുഡിൻ ക്യാച്ച് എനിവൺ. അത് ഞാൻ തിരിച്ചു വന്ന് ഉച്ചയ്ക്ക് 2 മണിയായപ്പോൾ വീട്ടിൽ എത്തി. അപ്പോൾ എൻ്റെ ഡ്രൈവർ വന്നു, സാർ ഇങ്ങനെ പോയാൽ കിട്ടൂല, പോകുന്നെങ്കിൽ പ്രൈവറ്റ് വണ്ടിയിൽ പോകണം. ഓൾസോ അപ്പോൾ എൻ്റെ PS പറഞ്ഞു, ഓൾസോ നമുക്കിത് പിടിക്കണമെങ്കിൽ നമുക്ക് ലോക്കൽ വോളണ്ടിയേഴ്സ് വേണം, പോയി സാധനം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി അതിൻ്റെ വീഡിയോയോ എന്തെങ്കിലും എടുക്കാനായിട്ട്. ഞാൻ ഫുഡ് കഴിച്ചിട്ട് വന്നപ്പം 2 പയ്യന്മാരെയൊക്കെ ഇവർ അറേഞ്ച് ചെയ്തു. ഇവർ മറ്റേ ലുങ്കിയൊക്കെ കൊടുത്തിട്ട് സെറ്റ് ലോക്കൽസിനെ പോലെ നിൽക്കണുണ്ട്. ഏതോ തഹസിൽദാറിൻ്റെ പുതിയ സ്വിഫ്റ്റ് ഡിസയറൊക്കെ എടുത്തിട്ട് വന്നു. ആ പുള്ളിയുടെ അടുത്ത് കാര്യമൊന്നും പറഞ്ഞില്ല, ജസ്റ്റ് എടുത്തിട്ട് വന്നു. ചുരുക്കി പറയാനായിട്ട്, ഉച്ചയ്ക്ക് 2 മണിക്ക് ഇറങ്ങി രാത്രി 9 മണിക്ക് തിരിച്ച് വീട്ടിൽ കയറുമ്പോഴത്തേക്കും ഞാൻ 6 ബാറ് സീൽ വെച്ചു, 1800 ബോട്ടിൽ പിടിച്ചു. മീൻറ്റൈം ഒരു സംഭവം കൂടെ നടന്നു. ഞാനിത് പറയാൻ വന്ന കാരണം അതാണ്. ഇത് എൻ്റെ ഡൊമൈൻ അല്ല, ബേസിക്കലി ഇത് പോലീസിൻ്റെ ഡൊമൈനാണ്. അതുകൊണ്ട് ഞാൻ ഈ ഇൻഫർമേഷൻ വന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ കളക്ടറിനെ വിളിച്ചു പറഞ്ഞു. മൈ കളക്ടർ ടോൾഡ് ഇറ്റ് ടു ദി SP റെസ്പോണ്ടഡ് വിത്ത്, ഇവിടെ അങ്ങനെയൊന്നും നടക്കുന്നില്ല. ആൻഡ് കളക്ടർ കോൾഡ് മീ ബാക്ക് ആൻഡ് സെഡ്, ഇത് പബ്ലിക് ചുമ്മാ പറയുന്നതായിരിക്കും, അങ്ങനെയൊന്നും നടക്കുന്നില്ല, ഗാന്ധി ജയന്തി ഡേയിൽ ഇങ്ങനെയൊന്നും തുറന്ന് പ്രവർത്തിക്കുന്നില്ല.
സോ ഞാനിതെല്ലാം ചെയ്തു. ഈ പറഞ്ഞ കണക്ക് ഒരു 1800 ബോട്ടിൽ പിടിച്ചു, വാറ്റ ചാരായം വിത്ത് എക്യുപ്മെന്റ്, മറ്റേ കുക്കർ എല്ലാ സെറ്റപ്പോടെ ഒരു 3 പേരെ പിടിച്ചു കൊടുത്തു. പക്ഷേ ഐ ഓൾസോ ഇൻഹെറിറ്റഡ് ആൻ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ കോൺഫ്ലിക്റ്റ്. പോലീസും എൻ്റെ റവന്യൂ ഡിപ്പാർട്ട്മെന്റും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ്. ഒന്ന്, ഈ സീല് വെച്ച 6 ബാറും ഡെഫിനറ്റ്ലി ഓൾ ഓഫ് ദം ഹാവ് പൊളിറ്റിക്കൽ കണക്ഷൻസ്. ദാറ്റ് ഓൾസോ ഐ ഇൻഹെറിറ്റഡ്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഈ പുള്ളി എന്നെ തിരിച്ചു വിളിച്ചു. ഈ പുള്ളി തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഞാൻ പറഞ്ഞതെല്ലാം തിരിച്ചെടുത്തു. ലൈക്ക് ഹീ സെഡ്, ഞാൻ 30 വർഷമായിട്ട് പല ആൾക്കാരോട് ഇങ്ങനത്തെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആരും ഇന്ന് വരെ അങ്ങനെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പറ്റി അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ബൈ കുഴപ്പമില്ല, നത്തിങ്, നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾ പറഞ്ഞു, പക്ഷെ എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നില്ല. Thing is, what I wanted to say is, what makes this service really satisfactory is the fact that അന്നത്തെ ദിവസം നമ്മൾ കിടന്നുറങ്ങാൻ പോകുമ്പം നമുക്ക് ആ ഡേയുടെ കോഷ്യന്റ് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. ഇഫ് വൺ പേഴ്സൺ, ഒറ്റ ആളാണെങ്കിൽ ഒറ്റ ആള്, ആ ആളിനെ പറ്റി മാറ്റി ചിന്തിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു സംഭവമാണ്. ഫൈൻ. ഞാനിത് ഒരു കൗതുകത്തിന് ചോദിക്കുകയാണ്, ഈ ഇൻസിഡന്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തോ? ഈ ഇൻസിഡൻറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു. മീഡിയ പിറ്റേന്ന് രാവിലെ 2-3 മറ്റേ TV ചാനലുകാർ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു, സാർ ഇങ്ങനെ ഒരു സാധനത്തിന് പോയിട്ട് ഞങ്ങളുടെ അടുത്ത് സാർ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ, ലൈവ് കവറേജ് തരായിരുന്നു. ഞാൻ പറഞ്ഞു, തനിക്ക് വേണേ താൻ പോയി പിടിയിടോ. തിങ് ഈസ്, മീഡിയക്കാരുമായിട്ടൊക്കെ നമ്മൾ വി ഹാവ് ടു കീപ്പ് എ വെരി ഗുഡ് ഇക്വേഷൻ. അതുകൊണ്ടും കൂടിയാണ് എനിക്കിത് പറയാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞു, ഇന്നലെ ഞാൻ ചെയ്തത് എൻ്റെ ജോലിയല്ല, ഇങ്ങനെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ജോലിയാണ് ഞാൻ ചെന്ന് ചെയ്തത്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ വലിയ ക്യാമറയും വെച്ച് എൻ്റെ പുറകെ വന്നു കഴിഞ്ഞാൽ ഇവന്മാർ എനിക്ക് കിട്ടുമോ? പക്ഷേ മീഡിയ റിപ്പോർട്ട് ചെയ്തു, നന്നായിട്ട് റിപ്പോർട്ട് ചെയ്തു. ഗ്രേറ്റ്. ഞാനത് ചോദിക്കാൻ കാരണം, ഇപ്പം ചേട്ടൻ്റെ ഡൊമൈൻ അല്ലാഞ്ഞിട്ടും യു ടുക്ക് എൻ ഇനിഷ്യേറ്റീവ്, ഓക്കെ, ആൻഡ് യു ബൈപാസ്ഡ് അതർ ഡിപ്പാർട്ട്മെന്റ് ടു ഡു ദിസ്. അതിന് പിന്നിൽ അതിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവും, ബട്ട് യു ഹാഡ് ദ വിഗർ ടു ടേക്ക് ദിസ് അപ്പ്, ഓക്കെ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ റെക്കഗ്നീഷൻ കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ വ്യക്തി വേണമെങ്കിൽ തിരിച്ചു വിളിക്കണമെന്നുമില്ല. വി മൈ നോട്ട് ബി ഗെറ്റിംഗ് ദാറ്റ് വാലിഡേഷൻ വി ഡിഡ്. അപ്പം കുറേ കഴിയുമ്പോഴത്തേക്ക് വിൽ യു ഗെറ്റ് ദറ്റ് തിങ്, ലൈക്ക് എന്നെ ഏൽപ്പിച്ച ജോലി മാത്രം ഞാൻ ചെയ്താൽ പോരെ, എന്തിനാണ് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ പോയി തലയിടുന്നത്, വൈ ഷുഡ് ഐ ഇൻവൈറ്റ് എനിമിറ്റി ഫ്രം മൈ കോ വർക്കേഴ്സ്, അങ്ങനെ ഒരു തോന്നലിലേക്ക് വരാൻ സാധ്യതയുണ്ടോ? ഐ ഡോണ്ട് നോ, യു ആർ ജസ്റ്റ് യങ് നൗ, ലൈക്ക് ലുക്കിംഗ് അറ്റ് ദ സീനിയേഴ്സ്, വാട്ട് ഡു യു ഫീൽ? ഈ പറഞ്ഞ കണക്ക് എല്ലാ ആൾക്കാരും കയറുന്നത് കുറേ ആസ്പിറേഷൻസ് ഒക്കെ ആയിട്ടാണ്, പക്ഷേ വർക്ക് ചെയ്യാൻ അത്ര എളുപ്പമല്ല. ആൻഡ് ഓൾസോ ഇതിപ്പോൾ നമുക്ക് കിട്ടുന്നത്, നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വാലിഡേഷനോ റെക്കഗ്നീഷനോ കിട്ടും. നമ്മൾ 10 കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തിലോ 2 കാര്യത്തിലോ ആയിരിക്കും കിട്ടുന്നത്. ആൻഡ് ഈ പറഞ്ഞ പോലത്തെ എൻമിറ്റി, മറ്റേ പ്രോബ്ലംസ്, അതൊരു 5-6 കാര്യത്തിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാലൻസ് അൺഫെയർ ആണ്. പിന്നെ ഇടയ്ക്ക് ഇവിടെ ഉള്ള നമ്മുടെ ഒരു വളരെ സീനിയർ ഓഫീസർ പറഞ്ഞ കണക്ക്, ജീവിതം തന്നെ അൺഫെയർ ആകുമ്പോൾ പിന്നെ ബാലൻസ് അൺഫെയർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തിങ് ഈസ്, പക്ഷെ ഇതിനകത്ത് ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സ്ഥലങ്ങളിൽ വളരെ ഓണസ്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ചില സ്ഥലങ്ങളിൽ നമുക്ക് വാലിഡേഷൻ റെക്കഗ്നിഷൻ കിട്ടിയാലും ഇല്ലേലും നമുക്കറിയാമല്ലോ നമ്മൾ ചെയ്തതൊരു ഇറ്റ്സ് എ ഗുഡ് തിങ്, ഒരു നല്ല കാര്യമാണെന്നുള്ള അറിവ്. പിന്നെ വേറെ ചില സ്ഥലങ്ങളിൽ വാലിഡേഷൻ കിട്ടത്തില്ല, റെക്കഗ്നിഷൻ കിട്ടത്തില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് വളരെ സട്ടിലായിട്ട് ചോദിച്ചു വാങ്ങുക. എന്നാലേ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ വരത്തുള്ളൂ. അതിന് എക്സാമ്പിൾ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ തന്നെ മീഡിയക്ക് ഇൻഫർമേഷൻ ലീക്ക് ചെയ്ത് കൊടുക്കും. നമ്മൾ നമ്മുടെ സ്റ്റാഫിനെ വെച്ച് ലീക്ക് ചെയ്ത് കൊടുക്കും, ഇന്നയാൾ ഇന്നത് ചെയ്യാൻ പോവുകയാണ്. ഇത് എഗെയിൻസ്റ്റ് യുവർ പ്രോട്ടോകോൾ അല്ലേ? എഗെയിൻസ്റ്റ് യുവർ പ്രോട്ടോകോൾ എന്നല്ല, ഇറ്റ്സ് നോട്ട് പാർട്ട് ഓഫ് മൈ പ്രോട്ടോകോൾ. എഗൻസ്റ്റ് എന്ന് വെച്ചാൽ വേറൊരു സാധനമാണല്ലോ. അപ്പൊ അത് എഴുതി വെച്ചിട്ടില്ല, ഇതിങ്ങനെ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ പുറത്ത് ഒരു ഔട്ട്സൈഡേഴ്സിനെ അറിയിക്കാൻ പാടില്ല, അങ്ങനെയൊന്നും? ഔട്ട്സൈഡേഴ്സിനെ അറിയിക്കാൻ പാടില്ലാത്ത സാധനം ഡെഫിനറ്റ്ലി നമ്മൾ അറിയിക്കാൻ പാടില്ല. പക്ഷെ
നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സ് അറിയാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ടാവും. Fine. പക്ഷേ ഇറ്റ് മൈറ്റ് ബി വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഔട്ട്സൈഡേഴ്സ് നോ അബൌട്ട് ഇറ്റ്. സി ഫോർ എക്സാമ്പിൾ, So you have the discretion to take a decision there, right? യെസ്, അല്ലെ, അവിടെ ഒരു സുപ്പീരിയേഴ്സ് വന്നിട്ട് അവിടെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരാൻ ചാൻസ് ഉണ്ടോ? സുപ്പീരിയേഴ്സ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അവരവിടെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കട്ടെ, ദാറ്റ്സ് ഓക്കെ. തിങ് ഈസ് പ്രോട്ടോകോളിനെതിരാണ്. ഒന്ന് പ്രോട്ടോകോളിനെതിരാണോ അപ്പൊ ഇത്? അല്ലല്ല, അല്ല. ലീഗലി നമ്മൾ അറിയിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ അറിയിക്കരുത്. Fine. ഓൾസോ ഗവൺമെന്റിന്റെ ഇപ്പം നമ്മുടെ നാഷണൽ സെക്യൂരിറ്റിക്കോ സ്റ്റേറ്റിന്റെ സെക്യൂരിറ്റിക്കോ ഇന്റഗ്രിറ്റിയെ ബാധിക്കുന്ന സംഭവങ്ങൾ ഡെഫിനറ്റ്ലി നമ്മൾ അറിയിക്കരുത്. പക്ഷെ ചില സംഭവങ്ങളുണ്ട് നമ്മൾ അത് അറിയിക്കാതെ ചെയ്തു കഴിഞ്ഞാൽ സുപ്പീരിയേഴ്സിനായിരിക്കും ക്രെഡിറ്റ് കിട്ടുക. വളരെ റീസെൻ്റ്ലി നമ്മളും പെരമ്പല്ലൂർ ഡിസ്ട്രിക്റ്റും നമ്മുടെ ഹോർട്ടികോർപ്പും കൂടെ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. പെരമ്പല്ലൂർ ഈസ് വെരി ഫേമസ് ഫോർ എന്താണ് കൾട്ടിവേഷൻ ഓഫ് സ്മോൾ ഓണിയൻസ്, അവിടെ കുഞ്ഞുള്ളി. അപ്പോൾ ഇത് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പം 110-120 രൂപയൊക്കെയാണ്. പെരമ്പല്ലൂരിലെ സാധാരണ കർഷകർ മിഡിൽമെൻ ത്രൂ വിറ്റ് കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്നത് 10-20 രൂപയാണ്. സോ നമ്മൾ ഹോർട്ടികോർപ്പുമായിട്ട് കുറേ ഡിസ്കസ് ചെയ്തു. സോ വി അഗ്രീഡ് ദാറ്റ് അത് അടുത്തുള്ള ഹോൾസെയിൽ മാർക്കറ്റുകളിലെ പ്രൈസിന് പ്രൊക്യൂർ ചെയ്യാം, സോ ദാറ്റ് ബോത്ത് ആർ കോമ്പൻസേറ്റഡ് വെൽ. അപ്പം അങ്ങനെ December 31 ഞങ്ങൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. ഈ എഗ്രിമെൻറ്റ് നമുക്ക് വേണമെങ്കിൽ ആരെ അറിയിക്കാതെ വളരെ പീസ്ഫുൾ ആയിട്ട് സൈൻ ചെയ്യാം, കുറേ പേരെ അറിയിച്ചിട്ടും സൈൻ ചെയ്യാം. ലൈക്ക് ഇവരുമായിട്ട് സംസാരിച്ചതും എടുത്തതും എല്ലാം ഞാനാണ്. ഇങ്ങനെ ചെയ്യാം എന്ന് ആലോചിച്ചതും ഓണസ്റ്റ്ലി ഞാനൊരു കിടിലാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, പക്ഷെ ഞാനാണ്. ബിക്കോസ് എനിക്ക് ഹോർട്ടികോർപ്പിനെ പറ്റി അറിയാമെന്നുള്ളത് കൊണ്ടും എല്ലാം, നോട്ട് ബിക്കോസ് അങ്ങനെ ഒരു മറ്റേ കോസ്മിക് ബ്രെയിൻ വേവ് ഒന്നുമല്ല. അപ്പം നമ്മളിത് ആരെയും അറിയിക്കാതെ സൈൻ ചെയ്താൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ വിൽ ഗിവ് ഔട്ട് എ പ്രസ് റിലീസ് വെയർ district administration will be credited for doing it. Okay. ഞാൻ മീഡിയയുടെ അടുത്ത് വരാൻ പറഞ്ഞാൽ they will give out their own news saying that സബ് കളക്ടറിന്റെ നേതൃത്വത്തിൽ ഈ എഗ്രിമെന്റ് ഇന്നയാളും നമ്മൾ സൈൻ ചെയ്തു. അഡ്മിനിസ്ട്രേഷൻ വിൽ എനിവേ ഗിവ് ഔട്ട് എ പ്രസ് റിലീസ്, ദാറ്റ് ഈസ് ഓക്കെ. ബട്ട് മൈ തിങ് ഈസ് ദാറ്റ് ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഡിസ്ട്രിക്റ്റിലെ ഫാർമേഴ്സ് ഇത് അറിയണം ദാറ്റ് ഇങ്ങനെ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്, ബിക്കോസ് ദിസ് വാസ് എ മേജർ ഗ്രീവൻസ് ഫ്രം ദെയർ പാർട്ട്. സോ ഞാൻ മീഡിയ അടുത്ത് വരാൻ പറഞ്ഞു. അപ്പം എഗ്രിമെന്റ് സൈൻ ചെയ്തു, അവരെൻ്റെ ബൈറ്റ് എടുത്തു. മൈ superior is actually very comfortable with this. She also doesn't want that kind of limelight, doesn't want to give out bites or anything. What if that person needs limelight? Exactly. If it was a different person who needed the limelight or who അല്ല അങ്ങനെയാണെങ്കിൽ if that person needed the limelight അങ്ങനെയാണെങ്കിൽ അവർക്ക് എൻ്റെ ഓഫീസിൽ വെച്ച് സൈൻ ചെയ്ത എഗ്രിമെന്റ് അവരുടെ ഓഫീസിൽ വെച്ച് സൈൻ ചെയ്യിപ്പിക്കാം. ദെൻ തിങ്സ് അവരുടെ കോർട്ടിലാണ് ബോള്. അതുണ്ട്. പക്ഷെ എനിവേ തിങ് ഈസ്, ഞാൻ പറഞ്ഞു വന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എനിക്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. എനിക്ക് മീഡിയയെ വിളിക്കാം, വിളിക്കാതിരിക്കാം. ഡെഫിനറ്റ്ലി വിളിച്ചാൽ അതിൽ നിന്ന് വരുന്ന കോൺസിക്വൻസസ് എടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്നുള്ള സംഭവം ഉറപ്പായിട്ടും ഉണ്ട്. മീഡിയയിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ അല്ലേ ഇപ്പോൾ? എന്തോ മീഡിയയിൽ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ അല്ലേ ഇപ്പോൾ? ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു കീപ്പ് എ ഗുഡ് ഇക്വേഷൻ വിത്ത് ദ മീഡിയ. ചേട്ടൻ ഇപ്പോൾ പറഞ്ഞതെല്ലാം ഗ്രൗണ്ട് റിയാലിറ്റി അല്ലേ? ഇതൊന്നും നമുക്ക് ലബാസ്മയിലെ ട്രെയിനിങ്ങിൽ കിട്ടുന്നില്ലല്ലോ. ഓക്കെ, ദി തിങ് ഈസ്, ഹൗ ഡിഡ് യു ആക്ച്വലി ക്യാച്ച് അപ്പ് വിത്ത് ദീസ് തിങ്സ്? ഇതാണ് ഗ്രൗണ്ട് റിയാലിറ്റി, അതോ പണ്ടേ ഇങ്ങനെയായിരുന്നോ? മനുഷ്യന്മാരെയൊക്കെ പഠിച്ച് സാഹചര്യമൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്നുള്ളൊരു ഐഡിയ എങ്ങനെയാണ് ഇതിൽ കിട്ടിയത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ ഹോർട്ടികോർപ്പിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം എനിക്ക് നേരത്തെ അറിയാം, ഇവരിങ്ങനെയാണ്. അപ്പം അങ്ങനത്തെ ആ ഒരു എന്താ പറയുക ഒരു വാക്ക്, that insight, that foresight, how do you get that? Okay, സംഭവം ഈ പറഞ്ഞ കണക്ക് അക്കാഡമിയെ കൊണ്ട് നമ്മളിത് പഠിപ്പിക്കാനും പറ്റത്തില്ല. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. അല്ലെങ്കിൽ ഞാൻ അക്കാഡമിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു, നിങ്ങൾ
ഇങ്ങനെ ക്ലാസ് റൂം സെഷൻസ് അറേഞ്ച് ചെയ്യാതെ വൺസ് ഇൻ എ വൈൽ ഈ പുട്ടസ് ഓൺ ദ ഫീൽഡ്. ഇത് ഫീൽഡിൽ നിന്നാൽ മാത്രമേ പഠിക്കത്തുള്ളൂ. ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഇപ്പം ഈ പറഞ്ഞ കണക്ക് ആൾക്കാരുമായിട്ട് എങ്ങനെ ഡീൽ ചെയ്യണം ആ സംഭവമൊക്കെ നമ്മൾ ഇവിടെ ഈ പറഞ്ഞ കണക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഈ പരിസരത്തൂടെ മറ്റേ ത്രികോണ എന്ന് നടന്നതിൻ്റെ ഫലമായിട്ടുണ്ടായതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ലൈക്ക് ഇറ്റ്സ് മേ ബി ആസ്പിറൻസിൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഭവമാണ് ഈ പറഞ്ഞ കണക്ക് ഇതൊരു ബുക്കിഷ് ജോബ് അല്ല. ഒരു കാരണവശാലും ഇതൊരു ബുക്കിഷ് ജോബ് അല്ല. ഇത് വളരെ പ്രാക്ടിക്കലായിട്ട് യു ഹാവ് ടു ഗെറ്റ് യുവർ ഹാൻഡ്സ് ഡേർട്ടി. അങ്ങനത്തെ ഒരു ജോലിയാണ്. പിന്നെ ഐ വാസ് വെരി ഫോർച്ചുനേറ്റ് ടു ഹാവ് എ ഗുഡ് കളക്ടർ ഡ്യൂറിങ് ട്രെയിനിങ്. സാറ് മലയാളിയാണ്, വിഷ്ണു വേണുഗോപാൽ എന്നാണ് സാറിൻ്റെ പേര്. ഹീ ഈസ്, ഐ വുഡ് സേ hands down one of the most brilliant young officers in the whole of India today. Right. നമ്മുടെ സ്കോർപിയൻ സബ്മറൈൻ ഡീല് സൈൻ ചെയ്ത ടീമിനകത്തൊക്കെ സാർ ഉണ്ടായിരുന്നു. സാർ ഞാൻ തിരുനെൽവേലി പോകുമ്പോഴത്തേക്കും അത് നീ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് സാറ് പഠിപ്പിച്ചതല്ല, കണ്ട് പഠിച്ചതാണ്. ഇപ്പോഴും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കും സാർ ആയിരുന്നെങ്കിൽ ഇതെങ്ങനെ ഡീൽ ചെയ്തേ. ആ ഒരു സംഭവം അത് ഭയങ്കര ഒരു ലക്കാണ്. അങ്ങനെ ഒരാളിനെ നമുക്ക് കരിയറിൻ്റെ തുടക്കത്തിൽ കാണാൻ കിട്ടുന്നത്, അല്ലെങ്കിൽ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് ഏതാണ്ട് ഉറപ്പാണ് ഈ ഹോർട്ടികോർപ്പ് എന്ന് പറയുന്ന സംഭവം ഐഡിയ എനിക്ക് വന്നത്. ഓക്കെ, അങ്ങനെ സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, തിങ്ക് നമ്മുടെ പോസ്റ്റോ അതൊന്നും വെച്ച് ലിമിറ്റ് ചെയ്ത് ചിന്തിക്കാതിരിക്കുക. ദിസ് ഈസ് നോട്ട് ദി ഒറിജിനൽ വർക്ക് ഓഫ് ഒരു സബ് കളക്ടർ ഓർ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ്. അഗ്രികൾച്ചറിലും അഗ്രി മാർക്കറ്റിങ്ങിലും പോയിട്ട് ഈ പറഞ്ഞ പോലെ മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്യിക്കലൊന്നും നമ്മുടെ വർക്കല്ല. മോസ്റ്റ് ഓഫ് ദ സബ് കളക്ടേഴ്സ് വിൽ തിങ്ക് ദാറ്റ് ഇത് ഞാൻ ശ്രമിച്ചാൽ ഐ വിൽ നോട്ട് ബി ഏബിൾ ടു പുൾ ഇറ്റ് ഓഫ്. അങ്ങനെ ആയിരിക്കും മോസ്റ്റ്ലി പീപ്പിൾ വിൽ ബി തിങ്കിങ്. അപ്പോൾ സാറാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈവൻ ഇഫ് നീ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനിയുടെ അടുത്താണ്, ഈവൻ ഇഫ് യു ആർ മെസ്സേജിങ് ഗൂഗിൾ, ഈവൻ ഇഫ് യു ആർ മെസ്സേജിങ് മൈക്രോസോഫ്റ്റ്, ഈവൻ ഇഫ് യു ആർ മെസ്സേജിങ് സംബഡി ലൈക്ക് അങ്ങനെയുള്ള ആമസോൺ ഓർ വാട്ട് എവർ, യു സെൻഡ് ദം എ മെസ്സേജ്. സോ ആ സെൻഡിങ് എന്ന് പറയുന്ന പ്രോസസ് വിൽ മേക്ക് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. അതുപോലെ നമ്മുടെ കേഡറിലെ സീനിയേഴ്സിൻ്റെ അടുത്തായാലും ചീഫ് സെക്രട്ടറിയുടെ അടുത്ത് നമുക്ക് സംസാരിക്കണമെങ്കിലും ഫോൺ എടുത്ത് വെച്ചങ്ങ് വിളിക്കുക. കൂടിപ്പോയാൽ എന്ത് ചെയ്യും? അവർ കോൾ കട്ട് ചെയ്ത് കളയും. അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അത് അവർ കോൾ കട്ട് ചെയ്താൽ ഓക്കെയാണ്. This actually shows how much enthusiastic you have to be in your work. റൈറ്റ്. ഒരു എക്സാം എഴുതി പാസ്സായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ വെറുതെ ഇരിക്കാം, തരുന്ന ജോലി മാത്രം ചെയ്തിട്ട് അവിടെ ഇരിക്കാം. അതെ, വെറുതെ ഇരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതെ, ഓപ്ഷൻ ഉണ്ട്. ബട്ട് ഇഫ് യു വാണ്ട് ടു മേക്ക് യുവർ കരിയർ ഇൻട്രസ്റ്റിംഗ്, ദിസ് ഈസ് എ ഗുഡ് ജോബ്. ഫൈൻ. ശരണ്യ പറഞ്ഞല്ലോ, ആ ബ്യൂറോക്രസിയുടെ ഹയറാർക്കിയിൽ നമ്മൾ ആരെ വേണമെങ്കിലും ലൈക്ക് വിളിക്കാനോ കോൺടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിനെ ബൈപ്പാസ് ചെയ്യാനോ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് എങ്ങനെയാണ് തമിഴ്നാട് വ്യത്യസ്തമാവുന്നത്? ബിക്കോസ് യു ഹാവ് ഗ്രോൺ അപ്പ് ഇൻ കേരള. കേരളത്തിൻ്റെ ഒരു രീതി അറിയാലോ, എവ്രിബഡി ഈസ് ബീങ് ആൻസറബിൾ ടു എവറിത്തിങ്, എല്ലായിടത്തും നിന്നും കാര്യങ്ങൾ നോക്കുന്നു. അപ്പം ഒരു സിവിക് മൈൻഡ് ഭയങ്കര വീക്ക് ആയിട്ടുള്ളൊരു പർട്ടിക്കുലർ സൊസൈറ്റി ആണല്ലോ കേരളത്തിലുള്ളത്. ഓർ ദാറ്റ്സ് ഹൗ വി ലൈക്ക് ടു ബിലീവ്. അങ്ങനെ ഒരു സംഭവമുണ്ട്. ബട്ട് വെൻ യു ഗോ ടു തമിഴ്നാട്, ലൈക്ക് ഹൗ ഇസ് ഇറ്റ് ഡിഫറെൻറ്റ് ദെയർ? How are you coping with the people, culture there? Even bureaucracy then ഒരു culture ഉണ്ടാവുമല്ലോ. It might be different from what you see here. അല്ല, സീരിയസ്ലി തമിഴ്നാട് ഒരു ട്രാൻസിഷണൽ സ്റ്റേറ്റ് ആണെന്ന് ഞാൻ പറയും. ഇറ്റ് ഹാസൻറ്റ് റീച്ച്ഡ് ദ ലെവൽ വെയർ കേരള പോലെ അത്രയും ഒരു സിവിക് കോൺഷ്യസ്നെസ്സോ പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ്സോ ആൾക്കാർക്കുള്ള ഒരു സ്റ്റേജ് എത്തുന്നതേ ഉള്ളൂ. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് നോട്ട് വളരെ ഫ്യൂഡലോ ഹൈറാർക്കിക്കലോ ആയിട്ടുള്ളൊരു കേഡർ അല്ല താനും.
it's basically, like, very honestly, it's a good state to work in. It's a good cadre to work in. ഒന്നാമത്തെ കാര്യം നമുക്ക് ചെയ്യാൻ ജോലിയുണ്ട്. രണ്ടാമത്തെ കാര്യം, ചേട്ടൻ ഇവിടെ ജോലിയില്ലാന്നാണോ പറയുന്നത്? ഇവിടെ ജോലിയില്ലാന്ന് ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ കൂടെ പലരും പറയുന്നു. ഓക്കെ. എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. ഇവിടെ ജോലിയുണ്ട്. നിങ്ങൾ ജോലി പോയി കണ്ടുപിടിച്ചാൽ ഇവിടെ ജോലിയുണ്ട്. ജോലി ഇല്ല എന്ന് പറഞ്ഞവരോട് ഞാൻ ചോദിച്ചത്, ഇവിടെ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് വലിയൊരു പ്രശ്നമാണ്. അതിന് നിങ്ങൾ എന്തുകൊണ്ട് പോയിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നില്ല? ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്കും 25% ഓഫ് യുവർ പോപ്പുലേഷൻ വിൽ ബി ഓൾഡ് ഏജ്. അതായത് പോസ്റ്റ് റിട്ടയർമെന്റ് എന്ന് നമ്മൾ പറയുന്ന സംഭവം. അവരെ പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ അതിനെപ്പറ്റി എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല? നിങ്ങളുടെ സൊസൈറ്റി ആ ലെവലിൽ എത്തിയെങ്കിൽ യു ഹാവ് ടു അപ്ഗ്രേഡ് യുവർ ലെവൽ ഓഫ് തിങ്കിങ്. എനിവേ, അതുകൊണ്ട് ജോലി എവിടെ ആണെങ്കിലും നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജോലി ഉണ്ടാവും. അതാണ് ഈ സർവീസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എനിവേ, പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ നല്ല വർക്ക് ചെയ്തു കഴിഞ്ഞാൽ തമിഴ്നാട് ഗിവ്സ് me the space to do it. That's a big thing. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ കണക്ക് നമ്മളൊരു നല്ല കാര്യം ചെയ്യുവാണെങ്കിൽ, വെദർ യു ആർ അപ്രീഷിയേറ്റഡ് ഓർ നോട്ട്, പീപ്പിൾ ഡു ടേക്ക് നോട്ട് ഓഫ് ഇറ്റ്. ചിലപ്പോൾ പറയുന്നുണ്ടാവില്ല ഈ പെരമ്പലൂരിലെ സബ് കളക്ടർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നില്ല എന്ന്. പക്ഷേ ദേ വിൽ ബി നോട്ടിങ് ഇറ്റ് ഡൗൺ, ആൻഡ് ഇൻ ഫ്യൂച്ചർ, അതെ, കർമ്മ എന്നൊക്കെ പറയത്തില്ലേ, അത് കണക്ക് നമ്മളിപ്പോൾ ചെയ്യുന്നതിൻ്റെ ഇത് എപ്പോഴെങ്കിലും ഏതെങ്കിലും വഴി നമുക്ക് തിരിച്ചു വരും. നമ്മൾ കണ്ടിട്ടുള്ളതാണ് തമിഴ്നാട്ടിൽ. സോ ഗുഡ് വർക്ക് ഈസ് ഓൾവേസ് അപ്രീഷിയേറ്റഡ്. Politically also, if you are doing good work, you are given the space to do that good work. ആ ഗുഡ് വർക്കിനെ ആരും ക്വസ്റ്റ്യൻ ചെയ്യുക, നീ ആ ഗുഡ് വർക്ക് ചെയ്യണ്ട എന്ന് പറയുകയോ ചെയ്യുന്ന സാഹചര്യം തമിഴ്നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. So you have a good support system there. Support system ഉണ്ട്. And also subordinates are really hard working. Okay. എത്ര സമയം വേണേലും ഇരുന്ന് വർക്ക് ചെയ്യും. ഇതിപ്പോൾ പോസിറ്റീവ്സ് മാത്രമേ പറഞ്ഞുള്ളൂ. തമിഴ്നാട്ടില് വർക്ക് കൾച്ചർ ഇച്ചിരി hectic ആണ്. Like, you are kind of appreciated if you put in more hours of work. അതിൻ്റെ നമുക്ക് 6 മണിക്ക് നേരെ ചൊവ്വേ വർക്ക് ചെയ്ത് തീർക്കാൻ പറ്റുവാണെങ്കിൽ 9 മണി വരെ ഇരുന്ന് വർക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷെ എവിടെയോ അത് മേ ബി ആ ഒരു മുമ്പുണ്ടായിരുന്ന കൾച്ചറിൻ്റെ റെമിനൻസ് ഒക്കെ ആയിരിക്കും. ദാറ്റ് ഈസ് കൈൻഡ് ഓഫ് പ്രിവിലേജ്. കൂടുതൽ നേരെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ലീവ് എടുക്കാതെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഒക്കെ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആണെന്നൊക്കെ ഉള്ളൊരു തോട്ട് ഉണ്ട്. വിച്ച് വിൽ ബി ചേഞ്ച്. അവർ കൂടുതൽ അവർക്ക് അക്സെപ്റ്റൻസ് എന്ന് മാത്രമല്ല, അവരാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നതെന്ന് എവിടെയോ ഒരു തോട്ട് ഉണ്ട്, വിച്ച് വിൽ ബി ചേഞ്ചിങ് പ്രോബബ്ലി. ബിക്കോസ് എന്താണ് നമ്മൾ സ്മാർട്ട് വർക്കിനും കൃത്യമായിട്ട് ലീവുകൾ കൊടുക്കുന്നതിനും ഒക്കെ അതിനൊക്കെ ഇമ്പോർട്ടൻസ് പ്രിഫറൻസ് കൊടുക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ മാറുമ്പോഴത്തേക്കും, ദ തിങ് ഈസ്, അതിൻ്റെ കാരണമായിട്ട് ഞാൻ കാണുന്നതെന്ന് പറയുമ്പോഴത്തേക്കും, ഇപ്പോൾ കേരളം പോലൊരു സൊസൈറ്റിയെ നോക്കുകയാണെങ്കിൽ നമ്മൾ തുടക്കത്തിലെ ഫോക്കസ് ചെയ്തത് സർവീസ് സെക്ടറിലായിരുന്നു. അതുകൊണ്ട് നമുക്ക് കൂടുതലുണ്ടായിരുന്നു. തമിഴ്നാട്ടിലൊക്കെ വരുന്നതിന് മുൻപേ നമുക്കിവിടെ കോർപ്പറേറ്റ്സ് വന്നു. നമുക്കിവിടെ ഈ പറഞ്ഞ കണക്ക് നമ്മുടെ MNCs വന്നു. അവരുടെ വർക്ക് കൾച്ചർ ഡെഫിനറ്റ്ലി നമ്മുടെ ബ്യൂറോക്രസിയിലോട്ടൊക്കെ സീപ്പിൻ ഉറപ്പായിട്ടും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നത് എന്താണ് മുൻപ്? ഇൻഡസ്ട്രീസ് ആണ്. വിച്ച് കൈൻഡ് ഓഫ് വർക്ക്സ് ദി ഓപ്പോസിറ്റ് വേ. പക്ഷെ തമിഴ്നാട് ഇന്ന് സർവീസ് സെക്ടറിന് ഫോക്കസ് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ തന്നെ പല ഡിപ്പാർട്ട്മെന്റ്സും വളരെ കോർപ്പറേറ്റൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് things will change. Like giving more importance to productivity over hours, time. Okay, fine. It's a beautiful insight actually. Pulikanda, our point he substantiated using the culture we have. That cultural difference could be because of that economic
അവിടെ ഇൻഡസ്ട്രിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യും, ഇവിടെ കൂടുതൽ സർവീസിൽ ഫോക്കസ് ചെയ്യും. ദാറ്റ്സ് ഹൗ അവർ വർക്ക് കൾച്ചർ ഹാസ് ബീൻ ഇൻഫ്ലുവൻസ്. ദാറ്റ്സ് എ ഗുഡ് മൾട്ടി ഡയമെൻഷണൽ തിങ്കിങ് എന്നൊക്കെ പറയാം. This is how you think for the exam also. എക്സാക്ട്ലി. ഫൈൻ. ഓൾസോ ഇന്റർവ്യൂവിന് അല്ലേ? ഇന്റർവ്യൂവിന് ഇതുപോലത്തെ ആൻസർ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ ഇപ്പോൾ അവർ മറ്റേ ഗൂസ് ബംസ് ഒക്കെ അടിച്ചിട്ട്. ഓക്കെ ഫൈൻ. റൈറ്റ്. ചേട്ടൻ ഇപ്പോൾ ഈ കാര്യം വർക്കിൻ്റെ കാര്യം റിലേറ്റ് ചെയ്ത് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ റീസെൻ്റ്ലി ഒരു IAS ഓഫീസർ ഒരു റെഫറൻസ് ഒരു കാര്യം പറഞ്ഞിരുന്നു. നമുക്ക് ഒരു IAS ഓഫീസർ തന്നെ 4 പേരുടെ ജോലി ചെയ്യുന്നൊരു പെർട്ടിക്കുലർ കണ്ടീഷനാണ് നമുക്കിവിടെ ഉള്ളത്. ഇറ്റ് മീൻസ് 1 പൊസിഷൻ ആൻഡ് യു ആർ ഡൂയിങ് ദ വർക്ക് ഓഫ് 4 പീപ്പിൾ അറ്റ് 1 പേഴ്സൺ സാലറി. ആ ഒരു രീതിയിൽ ഒരു കോറിലേഷൻ. സോ ഹൗ ഡു യു ഫീൽ അബൌട്ട് ദാറ്റ്? ലൈക്ക് ചേട്ടൻ അതിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറഞ്ഞു, ബട്ട് പേഴ്സണലി ഹൗ ഡു യു ഫീൽ അബൌട്ട് ദാറ്റ്? Putting this much hours into different fields or different departments. Now, how do you feel about it? See, work inefficient ആവും. കാരണം ഈവൻ ഇഫ് നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ അത് അവിടെ നമ്മൾ വന്ന് ഒരു ഡിപ്പാർട്ട്മെന്റിൽ വന്ന് ചാർജ് എടുത്ത് there is so much of intricacies, complexities related to that department. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിന് ഏത് പുതിയ ഡിപ്പാർട്ട്മെൻറ്റിലും നമ്മുടെ അടുത്ത് നമ്മുടെ സീനിയേഴ്സ് ഒക്കെ പറയുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഏത് പുതിയ ഡിപ്പാർട്ട്മെൻറ്റിലായാലും ഏത് പുതിയ സ്ഥലത്തായാലും ചെന്ന് ചാർജ് എടുത്തു കഴിഞ്ഞാൽ എസ്പെഷ്യലി വെൻ യു ആർ ടുവേർഡ്സ് ദ ഹയർ പോസ്റ്റ്, ഡിസിഷൻ മേക്കിംഗ് ആയിട്ടുള്ള പോസ്റ്റുകളിൽ, ഫയൽ പുഷ് ചെയ്യുന്ന പോസ്റ്റില്ല, ഡിസിഷൻ മേക്കിംഗ് ആയിട്ടുള്ള പോസ്റ്റുകളിൽ ചാർജ് എടുത്തു കഴിഞ്ഞാൽ ടേക്ക് 2 months, 2.5 months to learn about that single department. Right, then only you can make competent decisions. Exactly. Then only you can frame good policies. Yeah. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു ഡിപ്പാർട്ട്മെന്റ്, അതിപ്പോൾ എന്ത് കുഞ്ഞ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അതിന് ഡെസിഗ്നേറ്റഡ് ആയിട്ട് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഓഫീസർ ഉണ്ടെങ്കിൽ ആ സാധനത്തിന്റെ വർക്ക് അത്രയും എഫിഷ്യൻ്റ് ആവും. അത് ഒരിക്കലും വർക്ക് ചെയ്യുന്ന ഓഫീസറിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന പബ്ലിക്കിന്റെ അല്ലെങ്കിൽ പബ്ലിക്കിനെ റിസീവ് ചെയ്യുന്ന അതെ ടാക്സ് പെയർ മണി ഉപയോഗിച്ചാണല്ലോ ഈ ഡിപ്പാർട്ട്മെന്റ് റൺ ചെയ്യുന്നത്. അപ്പോൾ ടാക്സ് പെയറിന് കൃത്യമായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ യു ഹാവ് ടു ഹാവ് ഡെസിഗ്നേറ്റഡ് ഓഫീസേഴ്സ്. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. റൈറ്റ്. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണാറുള്ളത് പോലെ സിവിൽ സർവീസ് ഓഫീസേഴ്സ് റിബൽ ആയി കഴിയുമ്പോൾ വാട്ട് ഡസ് ആക്ച്വലി ഹാപ്പൻ ദെയർ? അത് ഞാൻ ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ വളരെ റീസെൻ്റ് ആയിട്ട് നമുക്കറിയാവുന്ന സിവിൽ സർവീസ് ഓഫീസേഴ്സ് സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും കാണുന്നുണ്ട്. ഓക്കെ, സിവിൽ സർവീസ് ഓഫീസർ ഒരു റിബലായി മാറുമ്പോൾ അല്ലെങ്കിൽ ഒരു ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ വർക്ക് ചെയ്യുമ്പോൾ മേ ബി സസ്പെൻഷൻ ഫേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള എന്താ പറയുക ഫീഡ്ബാക്സും പൊളിറ്റിക്കൽ ഫിഗേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നു, സൊസൈറ്റിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നു, മീഡിയയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം ദിസ് പേഴ്സൺ ഈസ് ബീങ് പ്രൈസ്ഡ് ബൈ അനദർ സെറ്റ് ഓഫ് പീപ്പിൾ. ആ ഒരു ഡിലമ ഉണ്ടല്ലോ. ഹൗ ഡു യു സീ ദിസ് തിങ്? എങ്ങനെയാണ് ഒരു സിവിൽ സർവൻ്റ് ആക്ച്വലി ആപ്റ്റായിട്ട് അവിടെ ബിഹേവ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ? അടിസ്ഥാനപരമായിട്ട് ഈ റിബൽ എന്നുള്ള വാക്കിനോട് ഞാൻ യോജിക്കുന്നില്ല. പകരം എന്താ? ദാറ്റ് ഇസ് ഇപ്പം സിനിമയിൽ കാണുന്ന കാര്യം അല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ പേഴ്സണൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു പബ്ലിക് അറീനയിൽ നമ്മൾ വളരെ റീസെൻ്റ് ആയിട്ട് കണ്ടിട്ടുള്ള എക്സാമ്പിളുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എക്സാക്ട്ലി റെബലിയൻ. നമ്മൾ ആക്ച്വലി റിബൽ എന്നുള്ളൊരു വാക്ക് വരുന്നത് ലൈക്ക് കൺവെൻഷണൽ രീതിയിൽ ചിന്തിക്കുമ്പോൾ അങ്ങനെ ചെയ്താൽ പോരെ, വൈ ആർ യു ഡീവിയേറ്റിംഗ് ഫ്രം ദാറ്റ് എന്നൊരു ക്വസ്റ്റ്യൻ വരുമ്പോഴാണല്ലോ അയാളെ നമ്മൾ റിബൽ എന്ന രീതിയിൽ സൊസൈറ്റി മാർക്ക് ചെയ്യുന്നത്. അതെ, ഓക്കെ, മനസ്സിലായി. ആ ഒരു പെർസ്പെക്റ്റീവിൽ ഫൈൻ. സംഭവം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇത് അഗൈൻ ഇത് എൻ്റെ സംഭവമല്ല. ഇത് അതായത് ഞാൻ ഈ പറഞ്ഞ ഒരു സർട്ടൺ ഓഫീസർ തന്നെ പറഞ്ഞു കേട്ടൊരു സംഭവം എനിക്കും അത് വളരെ റിലേറ്റബിൾ ആയിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ പറയുവാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ദർ ഇസ് സംതിങ് കോൾഡ് സെൽഫ് റെസ്പെക്ട്. അത് എല്ലാ ഹ്യൂമൻ ബീയിങ്സിനും അടിസ്ഥാനപരമായിട്ട് ഉള്ളതും ഉണ്ടാവേണ്ടതുമായ ഒരു സാധനമാണ്. അത് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അവിടെ നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല എന്ന് വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ
ഓൾ ഇന്ത്യ സിവിൽ സർവീസ് കോണ്ടക്ട് റൂൾസ് ഒരിടത്തും പറയുന്നില്ല. ഓൾ ഇന്ത്യ കണ്ടക്ട് റൂൾസ് ക്ലിയർ ആയിട്ട് പറയുന്നത് എന്താണ്? നിങ്ങൾ ഗവൺമെന്റിനെതിരെ സംസാരിക്കരുത്. നിങ്ങൾ ഗവൺമെന്റിനെതിരെയോ ഗവൺമെന്റിന്റെ പോളിസീസിനെതിരെയോ സംസാരിക്കുകയാണെങ്കിൽ അത് ഗവൺമെന്റിന്റെ പെർമിഷനോടെ വേണം. നിങ്ങൾ സീനിയർ ഓഫീസേഴ്സിനെതിരെ സംസാരിക്കരുതെന്ന് ഞാനും കണ്ടക്ട് റൂൾസ് ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കിയിട്ടുണ്ട്. കാരണം അബദ്ധം എപ്പോഴും വേണേലും പറ്റാമല്ലോ. എൻ്റെ അടുത്തൊരു സീനിയർ ഓഫീസർ തന്നെ പറഞ്ഞതാണ്, കണ്ടക്ട് റൂൾസ് എപ്പോഴും ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളത്. ഇറ്റ്സ് നോട്ട് എ ബിഗ് ബുക്ക്. ഇത് കുറച്ച് പോയിന്റ് മാത്രമേ ഉള്ളൂ. ഒരു 3-4 പേജ് വായിക്കണം. വായിച്ചിരിക്കുന്നത് നല്ലതാണ്. പക്ഷെ അതിന് ഡെഫിനറ്റ്ലി അതിനകത്ത് ഇൻ്റർപ്രിട്ടേഷൻസും കാര്യങ്ങളും വരും. പക്ഷേ വാട്ട് എവർ, ഒരിക്കലും ഗവൺമെന്റിനെതിരെ സംസാരിക്കരുത്, ഗവൺമെന്റ് പോളിസീസിനെതിരെ സംസാരിക്കരുത് എന്നുള്ളതിനപ്പുറം സീനിയർ ഓഫീസറിനെതിരെ സംസാരിക്കരുതെന്നോ അല്ലെങ്കിൽ ഒരു സീനിയർ പൊളിറ്റീഷ്യനെതിരെ സംസാരിക്കരുതെന്നോ അത് പറയുന്നില്ല. അപ്പോൾ ഈ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അതിലപ്പോൾ ഈ പറയുന്ന സീനിയർ ഓഫീസേഴ്സ് ഒന്നും പെടില്ലേ? സീനിയർ ഓഫീസേഴ്സിനെതിരെ ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ സംഭവം, ഇനിയിപ്പോൾ ഈ സംഭവം ഒന്നും പറയേണ്ട കാര്യമില്ല അല്ലേ. എനിവേ, ഈ ഒരു സ്പെസിഫിക് കേസ് നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ സംസാരിച്ചിട്ടുള്ളത് ഗവൺമെന്റിന്റെ ഒരു പോളിസിയും ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. ആ വ്യക്തി ചെയ്ത ഒരു കാര്യത്തിനെയാണ് ചോദ്യം ചെയ്തിട്ടുള്ളത്. അപ്പം ആ വ്യക്തി ചെയ്ത ഒരു കാര്യത്തിനെ ഒരു ഏത് പ്ലാറ്റ്ഫോമിലായാലും അതിനെ ചോദ്യം ചെയ്യാൻ നമ്മൾ ഓഫീസേഴ്സാണ്, അറ്റ് ദ സെയിം ടൈം നമ്മൾ വ്യക്തികളുമാണ്. അപ്പം നമുക്ക് ഓഫീസേഴ്സിന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ചട്ടക്കൂടുണ്ട്, അറ്റ് ദ സെയിം ടൈം നമുക്ക് നമ്മുടേതായിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യവും ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു ഫൈൻ ബാലൻസ് ആണ് നമ്മൾ പലപ്പോഴും കണ്ടെത്തേണ്ടി വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയെ പറ്റി സംസാരിക്കുന്നത് ഈ പറഞ്ഞ ഒരു പർട്ടിക്കുലർ സംഭവത്തിൽ ഒരിക്കലും ഗവൺമെന്റിനെയോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പോളിസീസിനെയോ ഗവൺമെന്റ് എടുത്ത തീരുമാനങ്ങളെയോ ഈ പറഞ്ഞ ഇപ്പോൾ ഒരു ഓഫീസർ സസ്പെൻഷനിലായാൽ ആ സസ്പെൻഷനെ പോലുമോ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. അതിനെല്ലാം വളരെ ലീഗലായിട്ട് അതിന്റെ പ്രോപ്പർ ലീഗൽ ചാനലിൽ തന്നെയാണ് മൂവ് ചെയ്തത്. അതിന് കാരണമായിട്ട് വന്നു എന്ന് പറയപ്പെടുന്ന വ്യക്തി കേന്ദ്രീകൃതമായ ചില കാര്യങ്ങളെ ചോദ്യം ചെയ്തു. അപ്പോ അതിനുള്ള റൈറ്റ് എല്ലാവർക്കും ഉണ്ടാവണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പേഴ്സണലി. ഈ സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ത്രഷോൾഡിൽ എത്തുമ്പോഴത്തേക്ക് പീപ്പിൾ ടേക്ക് വെരി ക്രൂഷ്യൽ ഡിസിഷൻസ്. ഓക്കെ, അങ്ങനെ ഉള്ള സാഹചര്യങ്ങളിലാണ് നമുക്ക് കാണാൻ പറ്റും ചില ഓഫീസേഴ്സ് റിസൈൻ ചെയ്തിട്ടുണ്ട്. അവരുടെ they have left the service at a very young age. So what do you feel about those kind of things? അതിനെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ലൈക്ക് ഇത്രയും കഷ്ടപ്പെട്ട് എക്സാം എഴുതിയിട്ട് യു ഹാവ് യൂസ്ഡ് ഓൾ ദിസ് റിസോഴ്സസ് ആൻഡ് യു റീച്ച് ദാറ്റ് പെർട്ടിക്കുലർ പൊസിഷൻ ആൻഡ് യു ഹാവ് ലൈക്ക് മറ്റൊരാളുടെ പൊസിഷൻ അവിടെ, മറ്റൊരാൾക്ക് കിട്ടേണ്ട അവസരം അവിടെ ഇല്ലാതായില്ല. അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇറ്റ്സ് ഡിഫറെന്റ് ഒപ്പീനിയൻ. What do you think about that? മറ്റൊരാളുടെ അവസരം നഷ്ടമായി എന്നുള്ളതിനപ്പുറത്ത് നമ്മളെ ട്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടി, ഓരോ വ്യക്തിയെയും ട്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടി ലബാസന സ്പെൻഡ് ചെയ്യുന്നത് ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട്, ഹ്യൂമങ്കസ് എമൗണ്ട്. അവർ പറയുന്ന ഒരു എമൗണ്ട് ഉണ്ട്. എനിവേ, എമൗണ്ടിനെ പറ്റി നമുക്ക് സംസാരിക്കാം. They quote an amount of some 30 lakh or something. എനിക്ക് അറിഞ്ഞൂടാ. ഒരാൾക്കോ? per person. Okay, 30 lakh. ഓക്കെ, അതെന്തോ ആവട്ടെ. പക്ഷേ തിങ് ഈസ്, ഇപ്പം ഞാൻ പറഞ്ഞ എൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ അത്രയും അവർ സ്പെൻഡ് ചെയ്യുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. പ്രോബബ്ലി ദേ വിൽ ബി സ്പെൻഡിങ്, ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ലബാസന മറ്റേ മലയുടെ മണ്ടയ്ക്കാണല്ലോ സാധനങ്ങൾ അവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് താഴെ നിന്ന് പോകണമെങ്കിൽ തന്നെ. പക്ഷെ അവർ നമ്മുടെ ഇന്ന് മെസ് ഫീസൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ. റെന്റും വാങ്ങും. ഞങ്ങളുടെ സമയത്ത് ഇപ്പം അത് മാറിയിട്ടുണ്ട്, ഞങ്ങൾ പുഷ് ചെയ്ത് മാറ്റി. പക്ഷെ അപ്പോഴ് മലയാളികളുടെ ഒരു പ്രത്യേക ഇതാരെങ്കിലും പറഞ്ഞായിരുന്നു? അല്ല, സ്ട്രൈക്ക് ചെയ്തല്ല, ഞങ്ങൾ കുറെ പുഷ് ചെയ്തു.
ഹൗ ഡിഡ് യു ഡു ദാറ്റ്? അവിടെ എങ്ങനെയാണ്? ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ലവേഴ്സിനയിൽ പോയിട്ട് ഇങ്ങനെ ഒരു സംഭവം. അല്ല, ഞങ്ങൾ അവിടെ പുഷ് ചെയ്തത് വേറൊന്നിനുമല്ല, അത് ഇതിനൊന്നും അല്ല. നിങ്ങൾ ചുമ്മാ പുഷ് ചെയ്തെന്ന് പറഞ്ഞാൽ അവർ മാറ്റില്ലല്ലോ. അവിടെ ശരിക്കും എന്താ സംഭവിച്ചത്? അവിടെ ഒന്നും സംഭവിച്ചില്ല. അവിടെ ഒന്നും സംഭവിച്ചില്ല. ഞങ്ങൾ വളരെ റീസണബിൾ ആയിട്ട് പറഞ്ഞു, ലൈക്ക് ലീവ് പേ അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് 50,000 ആണ് തന്നുകൊണ്ടിരുന്നത്. അപ്പം 50,000 തന്നിട്ട് നിങ്ങൾ 20,000 രൂപ മെസ് ഫീസ് വാങ്ങി, പിന്നെ മറ്റേ ഹോസ്റ്റലിൻ്റെ ഫീസ് എല്ലാം കൂടെ വീണ്ടും ഒരു 6,000-7,000 രൂപ വാങ്ങി. പിന്നെ ഞങ്ങൾക്ക് സമ്മർ കിറ്റ്, വിൻ്റർ കിറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനം തന്നിട്ട് അതിനും പൈസ വാങ്ങി. എന്നിട്ട് തുടക്കത്തിൽ ആദ്യത്തെ 3 മാസത്തിൽ മറ്റേ നമുക്ക് JNU ഒരു സാധനമുണ്ട്, നമുക്ക് MA കിട്ടും പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ. ഇത് ലബാസിനൽ ട്രെയിനിങ് കഴിയുമ്പോൾ അതിനും 6,000 രൂപ ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ വിളിച്ച് ചോദിച്ചു, ഒരു 6,000 രൂപ വരെ അവിടെ എഴുതി കൊടുക്കാം. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞ് പറയപ്പെടുന്നു ഒരു IAS കാരനാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞ് അല്ല, തിങ് ഈസ് അത് പിന്നീടാണ് നമ്മുടെ കേഡറൊക്കെ അലോട്ട് ആയതിനു ശേഷമാണ് നമുക്ക് ഫുൾ പേയ്മെൻറ്റും കാര്യമൊക്കെ വരുന്നത്. അപ്പം ഞങ്ങൾ വളരെ റീഫണ്ട് ആവോ? ഇത് റീഫണ്ട് ആവും. അങ്ങനെയൊന്നും അല്ല, റീഫണ്ട് ആവും. അപ്പം ഞങ്ങൾ പറഞ്ഞു റീഫണ്ട് എന്ന് പറയുന്നതിനെക്കാട്ടിലും ഇഫ് ലബാസ്ന ക്യാൻ ടോക്ക് വിത്ത് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആൻഡ് കേഡർ അലോട്ട് ആയ ഉടനെ തന്നെ ഇത് റീഫണ്ട് ആവുന്ന നമ്മൾ സ്റ്റേറ്റിൽ വന്ന് ജോയിൻ ചെയ്തിട്ട് പിന്നെയൊക്കെ ആവത്തുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് അവിടെ ജീവിക്കണം എന്നുള്ളത് കൊണ്ട് മറ്റേ മലയാണല്ലോ, അപ്പോൾ അവിടെ ടാക്സി കാശ് തന്നെ നല്ലതായിട്ടാവും സീരിയസ്ലി. അപ്പോൾ അതുകൊണ്ട് ലബാസ്ന സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുമായിട്ട് സംസാരിച്ച് ഞങ്ങളുടെ ഫുൾ സാലറിയും ഇപ്പം തന്നെ തന്നു കഴിഞ്ഞാൽ ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞ് ഇപ്പം അവരതിനുള്ള പ്രോസസ്സ് അന്ന് തുടങ്ങിയത്. ഇപ്പം ആയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഫസ്റ്റ് 2-3 മന്ത്സ് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ സമയത്ത് ഈ LPA ആയിരിക്കും കിട്ടുന്നത്. അതിൽ തന്നെ അക്കാഡമിയുടെ ഇതുപോലത്തെ കട്ടിങ് കുറച്ച് വരും. നമ്മൾ തമ്മിലുള്ള കോൺവെർസേഷൻ്റെ എൻഡ് എത്താറായി. ഫ്രം യുവർ ചൈൽഡ്ഹുഡ് ഇറ്റ്സെൽഫ്, വാട്ട് വാസ് ആക്ച്വലി യുവർ ഡ്രീം? വെൻ വാസ് യുവർ ടേണിംഗ് പോയിന്റ്? And plus, how did you fight the societal constraints that comes along with it? ഞാൻ ചൈൽഡ്ഹുഡിലൊന്നും എനിക്കങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ സ്വപ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും എന്താ ഒരു 4-5 ദിവസത്തിനപ്പുറം ചിന്തിക്കുന്നത് എൻ്റെ ഒരു ശീലമല്ല. ഇപ്പോഴും ഞാൻ ആലോചിക്കുന്ന ശനിയാഴ്ച അങ്ങോട്ട് പോകണം എന്നുള്ളത് വരെ മാത്രമേ ഉള്ളൂ. ബ്രോഡ്ലി നമുക്ക് പ്ലാൻസ് ഉണ്ടാവും, മോർ ലൈക്ക് ഐഡിയാസ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നെറ്റിന് പഠിക്കുന്നത് അത് വൃത്തിക്ക് അറിയാവുന്നത് സിദ്ധാർത്ഥിനാണ്. ഞാൻ നെറ്റിന് പഠിക്കുന്നത് ഒരു 40-45 ദിവസം കൊണ്ടാണ്. എന്നിട്ട് ഞാൻ നെറ്റ് പോയി എഴുതി. അതുപോലെ 60 ദിവസം കൊണ്ട് മെയിൻസ് പഠിക്കുന്നു, 40 ദിവസം കൊണ്ട് നെറ്റ് പഠിക്കുന്നു. അത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണം ചെയ്യുന്നതാണ്, അല്ലാതെ മനഃപൂർവ്വമല്ല. Contrarian theories ആണ്. Things work out differently for different people. Exactly. Okay? You have to find out your way. Exactly. It is a result of a lot of circumstances. Like ഇപ്പം ഞാൻ ഈ പറഞ്ഞ കണക്ക് ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഈ ഡിബേറ്റിലും എലക്യൂഷനും ഒക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2014-15 മുതലേ എൻ്റെ അടുത്ത് നമ്മുടെ മുമ്പുള്ള ഒരു ഡിബേറ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏറ്റവും ബെസ്റ്റ് റിസോഴ്സ് എന്ന് പറയുന്നത് NCERTയുടെ ടെക്സ്റ്റ് ബുക്സ് ആണ്. അതുകൊണ്ട് ഡിബേറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ അതിരുന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു 1, 2, 3 വട്ടം. അതുപോലെ ഞാൻ കൃത്യമായിട്ട് 2014 മുതൽ ഇന്ന് രാവിലെ വരയ്ക്കും പത്രം വളരെ കൃത്യമായിട്ട്, ഇറ്റ്സ് നോട്ട് ഫോർ UPSC ഓർ എനിത്തിങ്. ഞാൻ 2014 മുതലേ 2 പത്രം വായിക്കുന്നത് എൻ്റെ ഒരു ശീലമാണ്. അപ്പോൾ 2018 പരീക്ഷ എഴുതാൻ ആലോചിച്ചപ്പോഴത്തേക്കും എനിക്ക് പിന്നെ ഓപ്ഷണൽ മാത്രം എങ്ങനെ കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്നുള്ളൂ. അതർവൈസ് ഇതൊക്കെ എനിക്ക് ഒരുവിധം അറിയാം. പിന്നെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു സ്ട്രക്ചറും ആ ഒരു സംഭവം കൂടെ വന്നു കഴിഞ്ഞാൽ അതെ, അപ്പൊ അതുകൊണ്ട് അത് വർക്ക്ഔട്ട് ആയി എന്നുള്ളതാണ്. എനിവേ അതെ. അപ്പോൾ ഫ്ലഡിന്റെ സമയത്താണ് ലിറ്ററലി ഞാൻ ഇവർക്ക് ഇത്രയൊക്കെ ചെയ്യാം, ലൈക്ക് ഓഫീസേഴ്സ് വിചാരിച്ചാൽ ലിറ്ററലി ജീവിതങ്ങൾ മാറ്റിമറിക്കാൻ പറ്റും. അതെ, സം പവർ, ആ കുറച്ച് പവർ ഉപയോഗിച്ചിട്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് പറ്റും എന്നുള്ളത് തിരിച്ചറിയുന്നത് നമ്മുടെ ഫ്ലഡിന്റെ സമയത്താണ്. ആൻഡ് ഓൾസോ ഒരു ടീച്ചിങ് കരിയർ എന്തുകൊണ്ടോ ആ സമയമായപ്പോഴത്തേക്ക് എനിക്ക് ഇച്ചിരി അതല്ല. ആൻഡ് ജനറലി ഈ പറഞ്ഞ കണക്ക് പബ്ലിക്കിൻ്റെ അടുത്ത് ഇൻറ്ററാക്ട് ചെയ്യുന്നത് അതുപോലത്തെ സംഭവങ്ങൾ എനിക്ക്
ഇഷ്ടമായിരുന്നു പണ്ടേ. അപ്പോൾ അതൊന്നും ഈ ഒരു ടീച്ചിങ് കരിയർ അഫോർഡ്, പിന്നെ എനിക്ക് ട്രാവൽ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പോഴും ട്രാവൽ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊന്നും ഈ ടീച്ചിങ് കരിയർ അഫോർഡ് ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ വന്നാൽ ഒരു ടീച്ചിങ് കരിയറിലേക്ക് വന്നാൽ ഇവിടെ അല്ലെങ്കിൽ എവിടെയാണോ കിട്ടുന്നത് അവിടെ ട്രാപ്പായി പോകും. വലിയൊരു ഡൈനാമിസിറ്റി ഒന്നും ആ സാധനത്തിന്, അത് ടീച്ചിങ് കരിയർ മോശം എന്നല്ല ഞാൻ പറയുന്നത്. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ തിങ്. യു വാണ്ടഡ് അഡ്വെഞ്ചർ. കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും സാധനം. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഓരോ ദിവസവും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓരോ സംഭവം നടക്കുമ്പോഴാണ് ജീവിതത്തിന് ഒരു രസമുള്ളത് എന്നാണ് എൻ്റെ ഒരു സംഭവം. നമ്മൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ചെറുപ്പം തൊട്ടേ ഉള്ള ഡ്രീം പ്ലാനിങ്, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയൊന്നും ഇവിടെ കാണുന്നില്ല. ബട്ട് യു മസ്റ്റ് ഹാവ് ഒബ്സർവ് ദാറ്റ് ഹി വാസ് എ കണ്ടിന്യൂസ് ലേണർ. ഹി കൺസിസ്റ്റൻ്റ്ലി ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി, കൺസിസ്റ്റൻ്റ്ലി ഡിബേറ്റിലൂടെയും മറ്റ് ഒറേറ്ററി ഇതിലൂടെയും ഹി ബിൽഡ് ഹിസ് ആർട്ടിക്കുലേഷൻ സ്കിൽസ്. പ്ലസ് ഈ പറഞ്ഞ പോലെ മൾട്ടി ഡയമെൻഷണൽ തിങ്കിങ് എല്ലാം അതിനോടൊപ്പം തന്നെ വരുന്ന കുറേ അധികം സ്കിൽസാണ്. സോ ഹി വാസ് എ ലേണർ. ദർ വർ സ്കിൽസ് ദാറ്റ് ഹി കെപ്റ്റ് ഓൺ ഇംപ്രൂവിങ്. സോ പ്രൈമറി ഫേസ് നോക്കിയിട്ട് ഫേസ് വാല്യൂല് പുള്ളി ഇത്രയൊക്കെ ചെയ്തിട്ടുള്ളൂല്ലോ ആൻഡ് സ്റ്റിൽ ഹി ഗോട്ട് ഇൻ ടു ഇറ്റ്, അങ്ങനെയല്ല. ദർ ഈസ് സംതിങ് അണ്ടർലൈൻ. ഇതുപോലെ യു ഗൈസ് ഓൾസോ ഹാവ് സംതിങ് അണ്ടർലൈൻ ദാറ്റ് യു ഹാവ് ടു ക്രാക്ക് ഫസ്റ്റ്. അത് മനസ്സിലാക്കിയിട്ട് വേണം, കീപ്പിംഗ് ദാറ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ്, യു ഹാവ് ടു പ്രിപ്പയർ യുവർ ഓൺ വേ. ഓക്കെ, അത് സത്യമാണ്. അതിപ്പോൾ നമ്മൾ സർവീസിൽ കയറിയിട്ടുണ്ടെങ്കിലും ഇപ്പം തന്നെ പേഴ്സണലി ഐ സീ ദറ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇസ് ഗോയിങ് ടു ബി എ ബിഗ് തിങ് ടുമോറോ. ഞാൻ ഇന്ന് അതിലെ നോളജ് ഉണ്ടാക്കുന്നതിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ ടുമോറോ സർവീസിൽ ഞാനൊരു ഔട്ട്കാസ്റ്റ് ആവും എന്ന് ആണ് എൻ്റെ വിശ്വാസം. ഐ ആം പുട്ടിങ് ഇൻ എ ലോട്ട് ഓഫ് എഫേർട്ട് ടു ലേൺ AI. ദിസ് ഈസ് എ സ്മാർട്ട് ഗ്ലാസ്. ഇത് നമ്മുടെ മെറ്റയുടെ സ്മാർട്ട് ഗ്ലാസ് ആണ്, റേ ബാൻസ്. ഇത് നമ്മൾ എൻസൈക്ലോപീഡിയ കണ്ണിൽ വെച്ചുകൊണ്ട് നടക്കുന്ന കണക്കാണ്. യു ക്യാൻ ആസ്ക് ഇറ്റ് എനിത്തിങ്, ഇറ്റ് ഗിവ്സ് സമ്മറീസ്. ഇപ്പോൾ പെട്ടെന്ന് തിങ് ഈസ്, നമ്മുടെ സർവീസിലൊക്കെ ഇപ്പോൾ നമുക്ക് എല്ലാ സ്റ്റേറ്റിനും റവന്യൂ സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ഉണ്ട്. ഈ റവന്യൂ സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ആണ് നമ്മുടെ ഒരു ബേസ്. സബ് കളക്ടർ ആയിരിക്കുമ്പോൾ ഈ റവന്യൂ സ്റ്റാൻഡിങ് ഓർഡേഴ്സ് കാണാതെ പഠിക്കാൻ ആർക്കും പറ്റില്ല. അല്ലെങ്കിൽ അത് ആവശ്യമുള്ളപ്പോൾ അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് എന്താ, അറിയാത്ത സാധനം വരുമ്പോഴത്തേക്കും RSOടെ വലിയ ബുക്ക് എടുത്ത് മറിച്ച് നോക്കും. ഇതിപ്പോൾ എനിക്ക് ഇതിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, പിന്നെ ഹേമറ്റ ഈ പർട്ടിക്കുലർ സാധനം തമിഴ്നാടിൻ്റെ RSOയിൽ ഈ സാധനം എന്താണ് പറയുന്നത്, ഈ ഹേമറ്റ വിളിച്ചപ്പോൾ അത് റെസ്പോണ്ട് ചെയ്തായിരുന്നു. Lead IAS, #1 IAS Academy in